ട്രീറ്റ്മെന്റ് ചെയ്ത് ഏകദേശം 1.5 വർഷത്തോളം തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ഒരു തവണ നല്ലൊരു കയ്യടി ഷാഹുൽ ഹമീദിനും നമ്മളെ പ്രിയപ്പെട്ട കുതിരക്കും കൊടുക്കാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്, ഇവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെ എല്ലാവരും കുതിരനെ കാണുന്ന ഘട്ടത്തിൽ അതിന് കൗതുകത്തോടു കൂടി അടുത്ത് പോയി തലോടലോടെ മറ്റുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇവർ ട്രെയിൻ ചെയ്ത കുതിര ഇവർക്ക് തന്നെ ചവിട്ടിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കുതിര ചവിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറയുമ്പോൾ? അതുകൂടെ ഒന്ന് കാണാം നമുക്ക്. ഷാഹുൽ ഹമീദിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. ആദ്യം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മറ്റു നമ്പറാണ്. ഈ കിട്ടിയ അവസരം ഞാൻ മറ്റൊരു കാര്യത്തിന് കൂടി വേണ്ടി വിനിയോഗിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സവാരിക്ക് നടക്കുന്ന ഈ കുതിരയാണെങ്കിലും മറ്റുള്ള കുതിരകളാണെങ്കിലും നമ്മൾ പറയാറില്ല അടുത്ത് വന്ന് ടച്ച് ചെയ്യണം. പല ആളുകൾക്കൊക്കെ നമ്മൾ വിദ്വേഷമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ആളുകളെ കാണാറുണ്ട്. അതിന്റെ അപകടം എത്രമാത്രമാണ് എന്നുള്ളത്. കാരണം ബാക്ക് സൈഡിൽ ഒന്നെങ്കിൽ ആളുകൾ കൗതുകത്തിൽ ബാക്ക് സൈഡിൽ വന്നിട്ടാണ് തൊടുക, അല്ലാന്നുണ്ടെങ്കിൽ ടയർ ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് തൊടുക. അത് രണ്ടും ഹെവി ഡേഞ്ചറാണ്. അഥവാ ബാക്കിലോട്ട് വന്ന് തൊടുന്ന സമയത്ത് സ്പോട്ടിൽ ബാക്കിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒന്ന് കാണിച്ചോട്ടെ, എന്താ ചെയ്യാ? അടിക്കും. കണ്ടോ? അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ചില കുതിരകൾ കയറിയിട്ട് കടിക്കുന്ന സ്വഭാവമുള്ള കുതിരകളുണ്ടാവും. അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് അടിക്കുന്ന സ്വഭാവമുള്ള കുതിരകളുണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാരി ഇറങ്ങുകയാണെങ്കിലും പബ്ലിക്കിന് റൈഡിങ്ങിന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരോടും ഒന്ന് അകലം പാലിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് ആ ഒരു മെയിനിൽ മാത്രം. ഇപ്പൊ ഇവിടെ കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും മാറി നിൽക്കാൻ. ചിലപ്പോൾ നമ്മൾക്ക് സൗമ്യമല്ലാത്ത രീതിയിൽ അവർക്ക് തോന്നിക്കാണും. അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടല്ലോ ദയവ് വിചാരിച്ചിട്ട്, കാരണം നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നത് പലപ്പോഴും. താങ്ക് യു ഷാഹുൽ ഹമീദിന് നല്ല ഒരു കയ്യടി കൊടുക്കാം. നമ്മളെ കോഴിക്കോടിന്റെ സ്നേഹം ഷാഹുൽ ഹമീദിനെ അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. താങ്ക് യു ഷാഹുൽ, ഇത്തരം ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും പാട്ടിലേക്ക്